ആ യാത്രയിൽ തേജസ്വി യാദവ് വന്നു. ഒത്തിരി എല്ലാ പ്രതിപക്ഷത്തിലുള്ള അവിടുത്തെ പ്രതിപക്ഷത്തിലെ എല്ലാ നേതാക്കളും പങ്കെടുത്തു. വളരെ വലിയ ഹൈപ്പ് ഉണ്ടാക്കി. അതിനകത്ത് പിന്നെ നമ്മുടെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്ക് വരെ, അതായത് മാതാപിതാക്കളെ വരെ, പിന്നെ ഒരു ചോട്ടാ നേതാവ് പറഞ്ഞു, നരേന്ദ്രമോദിയുടെ മാതാപിതാക്കളെ വരെ, കുടുംബത്തെ വരെ ഒരു ചോട്ടാ നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞ് അതിവൈകാരികമായ ഒരുപാട് വിഷയങ്ങൾ രാജ്യത്തുണ്ടായി. പക്ഷേ അപ്പോഴും ബീഹാറിൽ ഒരു അപ്പർ ഹാൻഡ് ഈ തേജസ്വി യാദവിനും കോൺഗ്രസിനും കിട്ടിയതാണ് ഈ വോട്ടധികാരിയിൽ. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇവർ തമ്മിലടിയായി. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളതിനെ സംബന്ധിച്ച് ചൊല്ലിയായ ആദ്യത്തെ തർക്കം തേജസ്വി യാദവിന് വേണം. തേജസ്വി യാദവ് ജയിച്ചതിന് ശേഷം തീരുമാനിക്കാവുന്ന കോൺഗ്രസ്. അങ്ങനെ വലിയൊരു തർക്കത്തിലേക്ക് പോയി. അവസാനം 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ പിൻവലിക്കുന്ന ദിവസം വരെയും ആ തർക്കം പോയി. ഒരു 8-10 മണ്ഡലങ്ങളിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട് മഹാസഖ്യം. അവിടെ അപ്പോൾ മഹാസഖ്യത്തിന് സ്ഥാനാർത്ഥിയുണ്ട്, പിന്നെ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥിയുണ്ട്. മഹാസഖ്യത്തിന് സ്ഥാനാർത്ഥിയില്ല, പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി. അതായത് ഒന്നുകിൽ കോൺഗ്രസ്, ഒന്നുകിലല്ല കോൺഗ്രസ്, പിന്നെ RJD നമ്മുടെ ഇയാളുടെ ആരുടെ തേജസ്വി യാദവിൻ്റെ പാർട്ടി, പിന്നെ നിതീഷ് കുമാറും BJP, അവർക്കൊരു സ്ഥാനാർത്ഥിയേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ത്രികോണ മത്സരങ്ങൾ പല മണ്ഡലങ്ങളിലുമായി. എന്നാൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികൾ കൊടുത്തപ്പോൾ കുറെ കൂടി മെരുങ്ങി. അവിടെ നിന്നൊക്കെ ഒരുപാട് ബീഹാർ മുന്നോട്ട് പോയി. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് ചിത്രം വലിയ തോതിൽ മാറുന്നു എന്ന് മാത്രമല്ല, നിതീഷ് കുമാറിനും BJPക്കും വലിയ സംഘർഷവും സമ്മർദ്ദവും വന്നിരിക്കുകയാണ്. കാരണം 2-3 ഘടകങ്ങൾ ഉണ്ട്. ഇപ്പോൾ തേജസ്വി യാദവിൻ്റെ ജാതി അവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. യാദവ ജാതി വളരെ പ്രധാനപ്പെട്ട ഒരു സമുദായമാണ്. 2, അദ്ദേഹം ചെറുപ്പക്കാരനാണ്. കമ്പയർഡ് ടു നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, നിതീഷ് കുമാറുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ചെറുപ്പമാണ്. നമ്പർ 2. നമ്പർ 3, 2 പ്രാവശ്യമായി പിന്നെ നിതീഷ് കുമാർ അവിടെ ഭരിക്കുന്നുണ്ട്. അതിൻ്റെ ആൻറ്റി ഇൻകംബൻസ് അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം വരാൻ എല്ലാ സാധ്യതയുമുണ്ട്.